തുടർഭരണം ഉറപ്പിക്കാൻ ആഹ്വാനവുമായി CPM. വരാനിരിക്കുന്ന 2026 അസംബ്ലി തെരഞ്ഞെടുപ്പിലും വീണ്ടും തുടർഭരണം ഉറപ്പിക്കാനുള്ള മുന്നൊരുക്കങ്ങളുമായി മുന്നോട്ടു പോകാൻ ആഹ്വാനം ചെയ്ത് CPM സമ്മേളനം. മുഖ്യമന്ത്രിയായി പിണറായി വിജയന് തന്നെ ഉയർത്തിക്കാട്ടിയാകും പ്രചാരണം. പിണറായി മുഖ്യമന്ത്രിയായി ഉയർത്തിക്കാട്ടിയാലേ തുടർഭരണം ഉറപ്പാക്കാൻ കഴിയുള്ളൂവെന്നാണ് കണ്ടെത്തൽ. വേണ്ടി വന്നാൽ മത്സരിക്കാതെ തന്നെ മുഖ്യമന്ത്രിയാക്കാനും തീരുമാനം ഉണ്ടായേക്കും. അത്തരത്തിൽ പാർട്ടി തീരുമാനം ഉണ്ടായാൽ രണ്ടാം നിര സീനിയർ നേതാക്കൾ പ്രതികരിക്കാൻ തയ്യാറാവില്ല. മൗനം വിദ്വാനും ഭൂഷണം എന്നതാകും. MA ബേബി, MP ഗോവിന്ദൻ, A വിജയരാഘവനും പോലുള്ളവർ മുഖ്യമന്ത്രി കസേരയ്ക്ക് ആഗ്രഹം ഉണ്ടാകാതിരിക്കില്ല, മനസ്സിലുണ്ടായെങ്കിലും പ്രതികരിക്കില്ല എന്ന് വേണം കരുതാൻ. പിണറായിക്ക് ശേഷം ആര് എന്നതിന് ഉത്തരമില്ലാത്ത അവസ്ഥയാണ്. എങ്കിലും ചില അപസ്വരങ്ങളും അഭിപ്രായങ്ങളും അണിയറയിൽ നടക്കുന്നതായും രഹസ്യവിവരങ്ങൾ പുറത്തു വരുന്നു. ബംഗാളിലെ ജ്യോതി ബാസുവിൻ്റെ തുടർഭരണം പിണറായിയുടെ വിശ്വസ്തന്മാർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പ്രായം തടസ്സമായി നിൽക്കുന്നതും അത് മറികടക്കാൻ കഴിയാത്തതിൽ അവർക്ക് ദുഃഖവുമുണ്ടെന്നും പറയുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിക്കുന്നത് കൂട്ടായ നേതൃത്വമാകുമെന്ന സൂചന പാർട്ടി സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ പറഞ്ഞത് പകരം ആര് എന്ന സംശയത്തിന് വഴിയൊരുക്കി. പിണറായി മത്സരിക്കുമോ എന്നതുപോലും തീരുമാനിച്ചിട്ടില്ല. പിണറായി മാറി നിൽക്കുമോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല. പിണറായി മത്സരിക്കില്ലെന്ന് തീർത്തു പറഞ്ഞിട്ടുമില്ല. പക്ഷേ മുഖ്യമന്ത്രിയെ ശക്തമായി പിന്താങ്ങി വാദങ്ങളും ഉണ്ടായി. വിമർശനങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രിയെ പൂർണ്ണമായും ഒഴിവാക്കി. അതേസമയം വാനോളം പുകഴ്ത്തി പ്രശംസിക്കുന്ന നിലപാടും ഉണ്ടായി. മുഖ്യമന്ത്രിക്കെതിരെയും കണ്ണൂർ ആധിപത്യത്തിനെതിരെയും ഒറ്റതിരിഞ്ഞുള്ള ആക്രമണങ്ങളിൽ ഒരു വിഭാഗം മന്ത്രിമാരടക്കം സംരക്ഷണത്തിന് എത്തിയിരുന്നു. പിണറായി മത്സരിക്കാത്ത സാഹചര്യം ഉണ്ടായാൽ നിയമസഭാ സംഘത്തെ നയിക്കാൻ ഒരു നേതാവിനെ കാണേണ്ടി വരും. അതിന് PB അംഗങ്ങളായ MA ബേബി, MP ഗോവിന്ദൻ, A വിജയരാഘവൻ എന്നിവർക്കാണ് മുഖ്യ പരിഗണന. എന്നാൽ മുതിർന്ന നേതാക്കളെ ഒഴിവാക്കി യുവജന നേതാക്കൾക്ക് അവസരം നൽകണമെന്ന ആശയവും ഉയരുന്നു. അത് മനസ്സിൽ കണ്ടാണ് PK ഗുരുദാസൻ, P രാജീവും MP രാജേഷും മുഖ്യമന്ത്രിയാകാൻ യോഗ്യരാണെന്ന് പറഞ്ഞത്. തുടർഭരണം ലഭിക്കുമെന്ന് ഉറപ്പിക്കാൻ കഴിയില്ല, എങ്കിലും തുടർഭരണത്തിന് തികഞ്ഞ ആത്മവിശ്വാസമാണെന്നും അദ്ദേഹം പറഞ്ഞു. ആർക്കും പ്രായപരിധി ഇളവിന് നിർദ്ദേശമില്ല. മുഖ്യമന്ത്രിയുടെ കാര്യം തീരുമാനിക്കേണ്ടത് PB എന്ന് തോമസ് ഐസക്. പാർട്ടി ആർക്കും പ്രായപരിധി ഇളവ് നൽകാൻ ഒരു നിർദ്ദേശവും ഉണ്ടായിട്ടില്ല. അത്തരത്തിലുള്ള ഒരു നിർദ്ദേശവും ഇല്ലെന്ന് മുതിർന്ന CPM നേതാവ് തോമസ് ഐസക്. മുഖ്യമന്ത്രിയുടെ കാര്യം പാർട്ടി കോൺഗ്രസിലും പോളിറ്റ് ബ്യൂറോയിലും തീരുമാനിക്കേണ്ടതാണെന്നും ഐസക് പറഞ്ഞു. സംസ്ഥാന ഘടകത്തിൽ ആർക്കും അത്തരത്തിൽ ഇളവ് ഉണ്ടാകില്ലെന്ന് പാർട്ടി സെക്രട്ടറി തന്നെ ഇതിനകം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല. അതേസമയം സർക്കാരിലും പാർട്ടിയിലും ഉള്ള പോരായ്മകൾ കണ്ടെത്തി തിരുത്താനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നതെന്നും തോമസ് ഐസക് പറഞ്ഞു. പോരായ്മകൾ കണ്ടെത്തി തിരുത്താൻ സർക്കാരിലും പാർട്ടിയിലും ശ്രമിക്കുകയാണ്. ആ ശ്രമങ്ങൾ നല്ല തോതിൽ വിജയിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ പെൻഷൻ കുടിശ്ശികയൊന്നും ഇല്ലല്ലോ, എല്ലാം കൊടുത്തു തീർത്തില്ലേ? വല്ലതും കൊടുക്കാനുണ്ടെങ്കിൽ ഉടൻ തന്നെ കൊടുത്തു തീർക്കും. ഇടതുപക്ഷം വീണ്ടും അധികാരത്തിലെത്തും. പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കാൻ യാതൊരു തീരുമാനവും എടുത്തിട്ടില്ല, മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക് പറഞ്ഞു. 9 മണിക്ക് ശേഷവും ക്യൂവിൽ ആളുണ്ടെങ്കിൽ മദ്യം നൽകണമെന്ന് ബെപ്കോ. രാത്രി 9 മണിക്ക് ശേഷം മദ്യം വാങ്ങാൻ ആളുകൾ എത്തിയാൽ മദ്യം നൽകണം എന്ന് ഔട്ട്ലെറ്റ് മാനേജർമാർക്ക് ബെപ്കോയുടെ നിർദ്ദേശം. വരിയിൽ അവസാനം നിൽക്കുന്ന ആളുകൾക്ക് വരെ മദ്യം നൽകണം എന്നും ഇതിനു ശേഷം ഔട്ട്ലെറ്റ് അടയ്ക്കാനാവൂ എന്നുമാണ് ബെപ്കോയുടെ ഉത്തരവിൽ പറയുന്നത്. മദ്യവിൽപ്പനയിൽ സർക്കാർ എത്രമാത്രം ശുഷ്കാന്തി കാണിക്കുന്നു. തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യാൻ ബൂത്തിലെത്തുന്ന വോട്ടർമാർക്ക് സമയം കഴിഞ്ഞാലും ക്യൂവിൽ നിൽക്കുന്നവർക്ക് വോട്ട് ചെയ്യാൻ അവസരം കൊടുക്കുന്നത് പോലെയാണ് മദ്യവിൽപ്പനയുടെ കാര്യത്തിലും സർക്കാർ കടമ നിർവഹിക്കുന്നതെന്ന് ജനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു.
സർക്കാരിൻ്റെ ഈ തീരുമാനത്തെ മദ്യപന്മാർ സ്വാഗതം ചെയ്തു. തൃശൂർ പൂരം നടത്തിപ്പിൽ പോലീസിനും മറ്റു വകുപ്പുകൾക്കും വീഴ്ചയില്ലെന്ന് ADGP റിപ്പോർട്ട്. തൃശൂർ പൂരം നടത്തിയതിൽ പോലീസ് ഇതര വകുപ്പുകൾക്ക് യാതൊരു വീഴ്ചയും ഉണ്ടായിട്ടില്ലെന്ന് ADGP മനോജ് അബ്രഹാം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു. പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ടുള്ള ത്രിതല അന്വേഷണത്തിൻ്റെ ആദ്യ റിപ്പോർട്ടാണിത്. പോലീസിനും വീഴ്ചയുണ്ടായിട്ടില്ല. പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് വൻ വിവാദ ചർച്ചയാണ് വ്യാപകമായി നടന്നത്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടായതുമാണ്. മത്സരിച്ച സ്ഥാനാർത്ഥികൾക്ക് ആക്ഷേപമുണ്ടായിരുന്നു.